ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനം രണ്ടാം ദിനത്തിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അവോയ് മുഖർജി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. സമ്മേളന കാലയളവിൽ 2,50,000 അംഗങ്ങളുടെ വർധനയുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു. പുരോഗമന പ്രസ്ഥാനങ്ങൾ ദുർബലമായ സംസ്ഥാനങ്ങളിൽ പോലും ഡിവൈഎഫ്ഐയുടെ അംഗബലം വർദ്ധിച്ചു. ബംഗാളിൽ ഇടക്കാലത്തുണ്ടായ തിരിച്ചടിയെ അതിജീവിക്കാൻ കഴിഞ്ഞതായും സംഘടന വിലയിരുത്തുന്നു. സമാന ചിന്താഗതിയുള്ള സംഘടനകളുടെ പൊതുവേദി രാജ്യമാകെ ഉയർത്തിക്കൊണ്ടുവരേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിനായി ഡിവൈഎഫ്ഐ പരിശ്രമിക്കുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് MP രാജേഷ് MP പറഞ്ഞു. പ്രക്ഷോഭ സമരങ്ങളിലെ പങ്കാളിത്തം വർദ്ധിക്കുന്നു. മെമ്പർഷിപ്പിൽ ഇടക്കാലത്തുണ്ടായിട്ടുള്ള തിരിച്ചടി മറികടക്കുന്നു. സംഘടന അഖിലേന്ത്യാടിസ്ഥാനത്തിൽ കൂടുതൽ സജീവമാവുന്നതിന്റെ പ്രവണതകൾ റിപ്പോർട്ടിൽ കാണാൻ കഴിയും. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന മതേതര സംഗമം ഇന്ന് നടക്കും. വൈകിട്ട് 5-ന് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ രോഹിത് വെമുല നഗറിലാണ് പരിപാടി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, പ്രൊഫസർ MK സാനു, സ്വാമി സന്ദീപാനന്ദഗിരി, സംവിധായകൻ കമൽ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.